നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സാണ്. അതായത് ഡി സി ജനറേറ്ററിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ്. അതായത് നമ്മൾ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡി സി ജനറേറ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. അത് ഡി സി ജനറേറ്റർ ആയാലും ഡി സി മോട്ടർ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡി സി ജനറേറ്ററിനെ നമ്മൾ എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഡി സി ജനറേറ്ററിനെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഫീൽഡ് എക്സൈറ്റേഷൻ്റെ കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്. ഫീൽഡ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഫീൽഡ് എക്സൈറ്റേഷൻ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, മാഗ്നറ്റൈസ് ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് സപ്ലൈ കൊടുത്തെങ്കിലേ എന്താവുള്ളൂ, മാഗ്നറ്റൈസ് ആവുള്ളൂ. അപ്പോൾ ആ ഫീൽഡ് എക്സൈറ്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ മോട്ടർ ജനറേറ്ററുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് ഫീൽഡ് എക്സൈറ്റ് ചെയ്യാതെ നമ്മൾ ഫീൽഡ് പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡി സി ജനറേറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഫീൽഡ് എക്സൈറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡി സി ജനറേറ്ററിനെ തരംതിരിക്കുന്നത്. അതുപോലെ പെർമനൻറ്റ് മാഗ്നറ്റ് ജനറേറ്റർ എന്നും പറഞ്ഞിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ ഫീൽഡ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഫീൽഡ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സെൽഫ് എക്സൈറ്റും ചെയ്യാം. അതായത് നമുക്കറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡിലേക്ക് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ആ സെപ്പറേറ്റ് സപ്ലൈയിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സൈറ്റ് ചെയ്യിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സെൽഫ് എക്സൈറ്റഡ് മ്യൂച്വൽ റെസിജ്വൽ മാഗ്നറ്റിസം വഴി ആദ്യം നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ചെറിയ മാഗ്നറ്റിസം, നമുക്കറിയാം നമ്മളിപ്പോൾ റെസിജ്വൽ മാഗ്നറ്റിസം നമ്മൾ ഹിസ്റ്റീരിസിസ് ലൂപ്പ് പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു സപ്ലൈ കൊടുത്തതിന് ശേഷം ആ സപ്ലൈ മൊത്തമായിട്ട് മാറ്റിയാലും ബി എച്ച് കർവിൽ എച്ച് 0 ആയാലും എന്താവില്ല, ബി 0 ആവില്ല, കുറച്ച് മാഗ്നറ്റിസം അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റിസത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഈ റെസിജ്വൽ മാഗ്നറ്റിസം വഴി ആദ്യം ഒരു കുറച്ച് ഇ എം എഫ് ഉണ്ടാവുകയും ആ ഇ എം എഫ് നേരെ ഫീഡ്ബാക്ക് ചെയ്തിട്ട് നമ്മൾ ഫീൽഡിലേക്ക് കൊടുത്ത് അവിടെ എക്സൈറ്റേഷൻ കൂടുന്നതിനനുസരിച്ച് ഇ എം എഫിൽ വ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് എക്സൈറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൽഫ് എക്സൈറ്റഡ് മാഗ്നറ്റ് ജനറേറ്ററിനെ നമുക്ക് ആ സെൽഫ് എക്സൈറ്റഡ് മാഗ്നറ്റിൻ്റെ ആർമേച്ചറും ഫീൽഡും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും അതിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സീരീസ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, അതുപോലെ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സീരീസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൻ്റെ വൈൻഡിങ്ങും ഫീൽഡിൻ്റെ വൈൻഡിങ്ങും സീരീസ് ആയിരിക്കും. ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൻ്റെ വൈൻഡിങ്ങും ഫീൽഡിൻ്റെ വൈൻഡിങ്ങും പാരലൽ ആയിരിക്കും. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ സീരീസ് വൈൻഡിങ്ങും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, പാരലൽ വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. അതായത് ഷണ്ട് വൈൻഡിങ്ങും സീരീസ് വൈൻഡിങ്ങും ഉള്ള ജനറേറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് വൈൻഡിങ്, അതായത് സീരീസ് വൈൻഡിങ്ങിനും ആർമേച്ചറിനും ഒരുമിച്ച് ഷണ്ടായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് ഷണ്ട് എന്നും, ആർമേച്ചറിന് പാരലായിട്ട് മാത്രമാണ് ഷണ്ട് വൈൻഡിങ് കൊടുക്കുന്നത് എങ്കിൽ അതിനെ നമ്മളെന്ത്, ഷോർട്ട് ഷണ്ട് എന്നും പറയും. അങ്ങനെ നമ്മൾ കോമ്പൗണ്ട് ജനറേറ്ററിനെ നമ്മൾ എന്തായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഒന്നാമത്തത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററാണ് നമ്മൾ ഒന്നാമത് പറയാൻ പോകുന്നത്. ഓക്കെ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ നമുക്കറിയാം. These are generators whose field magnets are energized by some external DC source.
സച്ച് ആസ് ബാറ്ററി എന്നാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർമേച്ചർ ഉണ്ട്, ആർമേച്ചറിന് പാരലായിട്ട് നമുക്ക് എന്തുണ്ടാവും, ലോഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നറ്റിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സപ്ലൈ കൊടുക്കുന്നത്. അതിൽ IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടാണ്, IL എന്ന് പറയുന്നത് ലോഡ് കറണ്ടാണ്. അതായത് IA ആണെന്ത്, ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത്. IL എന്ന് പറയുന്നത് എന്താണ്, ലോഡ് കറണ്ടാണ്. അതുപോലെ തന്നെ IF എന്ന് പറയുന്നത് ഫീൽഡ് കറണ്ടാണ്. V എന്ന് പറയുന്നതാണ് ടെർമിനൽ വോൾട്ടേജ്, അതായത് നമ്മൾ സപ്ലൈക്ക് അക്രോസുള്ള വോൾട്ടേജ്. EG എന്ന് പറയുന്നത് എന്താണ്, ജനറേറ്റഡ് EMF, അതായത് ഈ ഫീൽഡ് മാഗ്നറ്റൈസ് ചെയ്ത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന EMFനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറേറ്റഡ് EMF എന്ന് പറയുന്നത്. അതുണ്ടാവുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് IA × RA. IA × RA എന്ന് പറഞ്ഞാൽ അതിലുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. അതായത് ആർമേച്ചറിലുള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂട്ടിയിട്ടാണ് ടെർമിനൽ വോൾട്ടേജിൻ്റെ കൂടെ വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ജനറേറ്റഡ് EMF കിട്ടുന്നത്. അതായത് EG = IA RA എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ IA RA എന്നുള്ളതാണ് എന്താ ആർമേച്ചർ റെസിസ്റ്റൻസ്. RA എന്ന് പറയുന്നത് എന്താണ്, ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ആർമേച്ചറിലൂടെയുള്ള കറണ്ട് ഇൻറ്റു ആർമേച്ചർ റെസിസ്റ്റൻസുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. അതും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ജനറേറ്റഡ് EMF എന്ന് പറയുന്നത്. കാരണം EG ഉണ്ടാവുന്നത് ആർമേച്ചറിലാണല്ലോ. അപ്പോൾ ലെറ്റ് IA = IL = I എന്നാണ് പറയുന്നത്. അത് നമുക്ക് I എന്നെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം, EG = V + IRA എന്നും എഴുതാം. ഓക്കെ, വോൾട്ടേജ് അക്രോസ് V = IRA എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് EG = V + IRA എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ പവർ ജനറേറ്റഡ് PG = EG × I. അതായത് ജനറേറ്റ് ചെയ്യുന്ന പവറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് EG, അതായത് ജനറേറ്റഡ് EMF × I ആണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ വോൾട്ടേജ് ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററാണ്. These are generators whose field magnets are energized by the current supplied by themselves. In these type of machines, field coils are internally connected with the armature. Due to residual magnetism, some flux is always present in the poles. When the armature is rotated, some EMF is induced and some induced current is produced. A small current flows through the field coil and such as load, thereby strengthening the pole flux. അതായത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെയായിരുന്നു എന്ന്. ഇതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് റെസിജ്വൽ മാഗ്നറ്റിസം വഴി എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത്, ഒരു ചെറിയ ജനറേറ്റഡ് EMF എന്തിലുണ്ടാവും, നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ എന്തിലുണ്ടാവുകയാണ്, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തിലുണ്ടാവുകയാണ്, ഒരു റെസിജ്വൽ മാഗ്നറ്റിസം വഴിയുള്ള ജനറേറ്റഡ് EMF ആ ജനറേറ്ററിൽ ഉണ്ടാവും. ഇനി അത് നമ്മളെന്താണ്, പിന്നെ അത് ജനറേറ്റഡ് EMF കൂടുന്നതിനനുസരിച്ച് അത് ഫീഡ്ബാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡും ഇൻറ്റേർണലി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഈ ഇൻറ്റേർണലി കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്താണ് 3 തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലൊന്നാണ് സീരീസ് ജനറേറ്റർ, 2 ഷണ്ട് ജനറേറ്റർ, 3 കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. അതിൽ സീരീസ് ജനറേറ്ററാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് generators, field windings are connected in series with armature conductors. A small current flows through the field coil as well as the load. Series winding carries full load current. It is designed by relatively few turns of thick wire. The resistance of series winding therefore low, nearby 0.5 ohm. അതായത് നമ്മൾ എന്ന് പറയുന്നത് ഫുൾ കറണ്ട് എന്ത് ചെയ്യാണ്, ലോഡിലെ ആർമേച്ചറിലേക്ക് പോകുന്ന ഫുൾ കറണ്ട് എന്തിലൂടെയും പാസ് ചെയ്യും, സീരീസ് ആയതുകൊണ്ട് എന്തിലൂടെയും പാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, സീരീസ് വൈൻഡിങ്ങിലൂടെയും പാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തിക്ക് വയറിൻ്റെ സ്മോൾ ടേൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സീരീസ് ജനറേറ്ററിൽ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് തിക്ക് വയറിൻ്റെ കുറച്ച് ഫ്യൂ ടേൺസ് ഉള്ള ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫുൾ ലോഡ് കറണ്ട് ആദ്യം തന്നെ നമ്മൾ എന്തിലേക്ക് പോകുന്നത് കൊണ്ട്
ഫീൽഡിലേക്ക് പോകുന്നത് കൊണ്ട് അത് ഹൈ സ്പീഡ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറില്ല, നോ ലോഡിൽ സീരീസ് മോട്ടർ ജനറേറ്റർ എന്ത് ചെയ്യാറില്ല, മോട്ടറിൻ്റെ കേസ് വരുമ്പോൾ സീരീസ് ആകുമ്പോൾ എന്ത് ചെയ്യാറില്ല, നോ ലോഡിലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ എന്തിലും വരുന്നുണ്ട്, ജനറേറ്ററിലും വരുന്നുണ്ട്. സ്പീഡിൻ്റെ വേരിയേഷൻ എന്ത് വരും, സീരീസ് ജനറേറ്ററിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് സീരീസ് ഫീൽഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർമേച്ചറിൽ കാണിച്ചിട്ടുണ്ട്, ആർമേച്ചറിൻ്റെ പ്ലസും മൈനസും. അതുപോലെ തന്നെ ലോഡ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ISC ഈക്വൽ ടു IA ഈസ് ഈക്വൽ ടു IL എന്നാണ് അല്ലേ. RSC എന്ന് പറയുന്നത് സീരീസ് വൈൻഡിങ്ങിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനാണ് പറയുന്നത്. ISC എന്ന് പറയുന്നത് സീരീസ് ഫീൽഡാണ്. IA എന്ന് പറയുന്നത് ആർമേച്ചറിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്, IA ആർമേച്ചർ കറണ്ട്. IL എന്ന് പറയുന്നത് ലോഡ് കറണ്ടാണ്. B ടെർമിനൽ വോൾട്ടേജ്, EG ഈസ് ഈക്വൽ ടു ജനറേറ്റഡ് EMF ആണ്. അപ്പോൾ IA ഈസ് ഈക്വൽ ടു ISC ഈക്വൽ ടു IL. അതിന് നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം, I എന്ന് പറയാം. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു EG മൈനസ് I ഇൻറ്റു IA ഇൻറ്റു RA എന്നെഴുതാം അല്ലേ. കാരണം എന്താണ്, നമുക്ക് ഈ ഇക്വേഷൻ വേറൊരു രീതിയിൽ മാറ്റി എഴുതാം. കാരണം V ഈസ് ഈക്വൽ ടു EG മൈനസ് I ഇൻറ്റു RA പ്ലസ് RSC എന്ന് എഴുതാം. കാരണം എന്താണ്, സീരീസ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസും വോൾട്ടേജ് അക്രോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EG ഈസ് ഈക്വൽ ടു V പ്ലസ് I ഇൻറ്റു, അതായത് I കോമൺ ആയതുകൊണ്ട് I എടുക്കാം, RA പ്ലസ് RSC എന്ന് എഴുതാം. കാരണം ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസും സീരീസിൻ്റെ റെസിസ്റ്റൻസും വരുന്നതുകൊണ്ട് പവർ ജനറേറ്റഡ് PG ഈസ് ഈക്വൽ ടു EG ഇൻറ്റു I എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സീരീസ് വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ വെച്ചിട്ടുള്ളത്. V ഈസ് ഈക്വൽ ടു RA പ്ലസ് RSC എന്നാണ് അതിൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷണ്ട് ജനറേറ്ററാണ്. ഷണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ഫീൽഡ് വൈൻഡിങ്ങും അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്ങും എന്തായിരിക്കും, പാരലലായിരിക്കും. ദ ഷണ്ട് ജനറേറ്റർ വോൾട്ടേജ് അക്രോസ് ദ ഫീൽഡ് വൈൻഡിങ് സെയിം ആസ് ദ ടെർമിനൽ വോൾട്ടേജ്. ഹിയർ ദ കറണ്ട് IA ഈസ് ഡ്രൈവിംഗ് ടു പാർട്സ് ഷണ്ട് ഫീൽഡ് ISH അനദർ IL. IA ഈസ് ഈക്വൽ ടു ISH പ്ലസ് IL ആണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം അത് എന്ത് ചെയ്യേണ്ടി വരും, IA കണ്ടെത്തിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോൾട്ടേജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മളിതിൽ ഫിഗർ കണ്ടിട്ടുണ്ട്, ലോഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ EG ജനറേറ്റഡ് EMF കാണിക്കുന്നുണ്ട്, IA കാണിക്കുന്നുണ്ട്. IA എന്ന് പറയുന്നതാണ് എന്ത്, ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത്. അത് ISH ആയിട്ടും IL ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ RSH എന്ന് പറയുന്നത് ഷണ്ട് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആണ്, ISH എന്ന് പറയുന്നത് ഷണ്ടിൻ്റെ കറണ്ടാണ്. ഇപ്പോൾ ഈ ഷണ്ടിൻ്റെ കറണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ISH കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, V ബൈ RSH ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ISH കിട്ടും. ഓക്കെ, ഈ ടേം നമുക്ക് നോക്കിയാൽ മതി. V ബൈ RSH ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ISH കിട്ടും. ആ ISH കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് IL എന്ത് കാണാം, IA കാണാം. IA പ്ലസ് IL പ്ലസ് ISH ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, IA കിട്ടും. കാരണം നമുക്ക് IL നമുക്കറിയാം, ലോഡിലുള്ള കറണ്ടാണ്, ലോഡിലേക്ക് പോകുന്ന കറണ്ട് നമുക്കറിയാം. അപ്പോൾ ISHും ILും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, IA കിട്ടും. സപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു EG മൈനസ് IAR ആണ്. അതായത് ഷണ്ട് ഫീൽഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പും ആർമേച്ചറിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്ന് തന്നെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ V ഈസ് ഈക്വൽ ടു EG മൈനസ് IAR. അതായത് ജനറേറ്റർ EMF എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജും വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂടുന്നത്. അതായത് EG ഈസ് ഈക്വൽ ടു V പ്ലസ് IAR എന്നും നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ജനറേറ്ററാണ്. കോമ്പൗണ്ട് ജനറേറ്ററിൽ in series wound generator the output voltage is directly proportional with load current. In shunt wound output voltage inversely proportional with load current. അപ്പോൾ a combination of these two types can overcome the disadvantages of both. അപ്പോൾ അതായത് എന്താണോ സീരീസ് ജനറേറ്ററിൻ്റെയും ഷണ്ട് ജനറേറ്ററിൻ്റെയും ഡിസഡ്വാൻറ്റേജ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റുന്ന ജനറേറ്ററാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇതിന് എന്തുണ്ടാവും, കോമ്പൗണ്ട് വൈൻഡ് ജനറേറ്ററിന് സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ ഷണ്ട് വൈൻഡിങ്ങും ഉണ്ടാവും.
വൺ വൈൻഡിങ് ഈസ് പ്ലേസ്ഡ് സീരീസ് വിത്ത് ആർമേച്ചർ ആൻഡ് അതർ ഈസ് പാരലൽ വിത്ത് ആർമേച്ചർ. ഒന്ന് സീരീസ് ആയിരിക്കും. എന്തിന്? ആർമേച്ചറിന് സീരീസ് ആയിരിക്കും ഒരു വൈൻഡിങ് പാരലലും ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആർമേച്ചറിന് മാത്രമായിട്ട് ഷണ്ട് വൈൻഡിങ് പാരലാണെങ്കിൽ അതിനെ ഷോർട്ട് ഷണ്ട് എന്നും, ആർമേച്ചറിനും സീരീസ് വൈൻഡിങ്ങും കൂടി പാരലാണെങ്കിൽ ഷോർട്ട് ഷണ്ട് എന്നും പറയും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഒന്നാമത് കാണിച്ചിട്ടുള്ളത് ഷോർട്ട് ഷണ്ട് DC കോമ്പൗണ്ട് ജനറേറ്ററാണ്. ദ ജനറേറ്റർ ഇൻ വിച്ച് ഓൺലി ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ വൈൻഡിങ് ഇസ് ഷോൺ ഇൻ ഫിഗർ. മനസ്സിലായോ? നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അതായത് ഈ ആർമേച്ചറിന് മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഷണ്ട് വൈൻഡിങ് ഉള്ളത്. ഫീൽഡ് വൈൻഡിങ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ISC എന്ന് പറയുന്നത്, IA എന്ന് പറയുന്നത് ISH പ്ലസ് ISC ആണ്. ISC ഈക്വൽ ടു IL ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ISC ഈക്വൽ ടു IL എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് ഈക്വൽ ടു IS ഈക്വൽ ടു V പ്ലസ് ISC RSC ബൈ RSH. അതായത് V വോൾട്ടേജ് പ്ലസ് ISC RSC, അതായത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് സെപ്പറേറ്റ്, ഷണ്ട് ഫീൽഡിങ്ങിന് സീരീസ് ഫീൽഡ് സെപ്പറേറ്റ് ആയതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അതിൽ V പ്ലസ് ISC RSC ഡിവൈഡർ ബൈ, അതായത് നമ്മൾ സാധാ ഷണ്ട് വൈൻഡിങ്ങിൽ V ബൈ RSH ചെയ്തത് വോൾട്ടേജ് സീരീസ് ഫീൽഡിൻ്റെ എന്തും കൂടി കൂട്ടണം, വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂട്ടണം. അതുകൊണ്ട് ISC RSC എന്ന് വരും ഡിവൈഡർ ബൈ RSH. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ISH കിട്ടും. ISH കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഷണ്ട് വൈൻഡിങ്ങിൽ ചെയ്ത അതേപോലെ തന്നെ ഷണ്ട് ജനറേറ്ററിൽ ചെയ്ത IA ഈസ് ഈക്വൽ ടു ISH പ്ലസ് IL. അതിന് നമുക്ക് എന്ത് കിട്ടും? V ഈസ് ഈക്വൽ ടു EG മൈനസ് IARA മൈനസ് ISC RSC എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ EG ഈസ് ഈക്വൽ ടു V പ്ലസ് IARA മൈനസ് ISC RSC. അതായത് രണ്ട് വോൾട്ടേജ് ഡ്രോപ്പും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൂട്ടേണ്ടി വരും അതിൽ. ഓക്കെ, EG ഈസ് ഈക്വൽ ടു V പ്ലസ് IARA പ്ലസ് ISC RSC എന്ന് വരും. ഓക്കെ, കാരണം എന്താണ്, IAയും ISCയും ഡിഫറൻ്റ് ആയതുകൊണ്ട് രണ്ടിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. മനസ്സിലായോ? EG എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പും സപ്ലൈ വോൾട്ടേജിൽ ടെർമിനൽ വോൾട്ടേജോട് കൂടിച്ചേർന്നതുകൊണ്ട് EGനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ IARനെ ISC RSനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ EG ഈസ് ഈക്വൽ ടു V പ്ലസ് IARA പ്ലസ് ISC RSC എന്ന് വരും. അതായത് ടെർമിനൽ വോൾട്ടേജ് പറഞ്ഞാൽ ജനറേറ്റഡ് EMF നിന്ന് IARയും ISC RSയും കുറയ്ക്കുന്നതാണ് എന്ത്, ടെർമിനൽ വോൾട്ടേജ്. ജനറേറ്റഡ് EMF എന്ന് പറയുന്നത് രണ്ട് വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂട്ടുന്നത്, ടെർമിനൽ വോൾട്ടേജിൻ്റെ കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ജനറേറ്റഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് ഷണ്ടിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്, ലോങ് ഷണ്ട് എന്ന് പറയുന്നത്. ലോങ് ഷണ്ട് ആകുമ്പോൾ എന്താ വരുന്നത്, നമുക്കിവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഏതാണ്, സീരീസ് വൈൻഡിങ്ങിനും അതുപോലെ തന്നെ ആർമേച്ചറിനും രണ്ടിനും കൂടി ചേർന്നിട്ടാണ് എന്ത്, ഷണ്ട് വൈൻഡിങ് പാരലൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ്, സീരീസ് ഫീൽഡ് സെപ്പറേറ്റ് അല്ലാത്തത് കൊണ്ട് ISH നമുക്ക് എങ്ങനെ തന്നെ എടുക്കാം, ഷണ്ട് ഫീൽഡിൻ്റെ അതേപോലെ ISH ഈസ് ഈക്വൽ ടു V ബൈ RSH എന്ന് തന്നെ എടുക്കാം. ISC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം IL പ്ലസ് ISH ആണ്. IA ഈസ് ഈക്വൽ ടു ISC ഈസ് ഈക്വൽ ടു, അതായത് IAയും ISCയും ഒന്നാണ്, കാരണം ഒരേ നീളം പോണ്. അത് IL പ്ലസ് ISH ആണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും, V ഈസ് ഈക്വൽ ടു EG മൈനസ് IARA മൈനസ് ISC RSC എന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്കത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ പോലെ തന്നെ ISCയും IAയും എന്തുതന്നെയാണ്, ഒന്ന് തന്നെയാണ് അല്ലേ? ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, IAയും ഇതിലെ ISCയും ഇതിലൊന്നാണ്, ഷോർട്ടിലൊന്നായിരുന്നില്ല, പക്ഷേ ഇതിൽ രണ്ടും എന്താണ്, IAയും ISCയും ഒന്നായതുകൊണ്ട് EG മൈനസ് IA ഇൻറ്റു RA പ്ലസ് RSC എന്ന് എഴുതാം. ഓക്കെ, IAയും ISCയും ഒന്നായതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഇക്വേഷൻ വ്യത്യാസം. മറ്റേതിൽ ഷോർട്ട് ഷണ്ട് ആകുമ്പോൾ EG ഈക്വൽ ടു IARA മൈനസ് ISC RSC ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിലും എന്താണ്, അതുപോലെ തന്നെ IARA പ്ലസ് ISC RSC എടുക്കും, പക്ഷേ IAയും ISCയും ഒന്നായതുകൊണ്ട് IA ഇൻറ്റു RA പ്ലസ് RSC എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. പവർ ജനറേറ്റ് ചെയ്യുന്നത് EG ഇൻറ്റു IA എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ജനറേറ്ററുകളുടെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ
വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനായിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമത് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് പറഞ്ഞു, മൂന്നാമത് സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സീരീസ് ഡി സി മോട്ടറുകളെയും ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട് മോട്ടറുകളായിട്ട്. അത് നമുക്കത് പറയുമ്പോൾ പറയാം, പക്ഷേ അതൊരു ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മോട്ടറിനെയും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ വോൾട്ടേജ് ഇക്വേഷനിൽ എന്ത് ചെയ്യും, ഒരു ചെറിയ വേരിയേഷൻ വരും. ജനറേറ്റഡ് ഇ എം എഫിന് പകരം ബാക്ക് ഇ എം എഫ് ആണ് വരിക. അത് ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും ഹൈ, ഇ ജിനേക്കാളും ഹൈ ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും, വി ആയിരിക്കും ഹൈ. ഇതിൽ ഇ ജി ആണ് ഹൈ. ഇ ജി സിക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ ആണെങ്കിൽ അതിൽ ഇ ജി സിക്വൽ ടു വി മൈനസ് ഐ എ ആർ എ ആയിരിക്കും. അത് ആ സമയത്ത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവും, കൺഫ്യൂഷൻ ആവും. ഓക്കെ.